മാധ്യമരംഗത്ത് നിന്ന് റോസ് ബോളിൻ്റെ ഐക്കൺ 20-ൽ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ തീർച്ചയായും എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഒരു ഐക്കൺ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ടാകണം. അതെനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒന്ന് രണ്ട് ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ വിനയത്തോടു കൂടി പറയുകയാണ്. കാരണം ഇച്ഛാശക്തിയോടെ സത്യസന്ധതയോടെ മറ്റെല്ലാം മറന്നുകൊണ്ട് ഒരു അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നവർ മാത്രമാണ് മാധ്യമപ്രവർത്തനത്തിലേക്ക് കടന്നു വരേണ്ടത്. കാരണം ഈ രംഗം അത് ആവശ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. നികേഷ് കുമാർ, നമ്മുടെ മലയാളം വാർത്താ രംഗത്ത് ഒരു പുതിയ ശൈലിയും പുതിയ മാറ്റങ്ങളുമൊക്കെ കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരനാണ്. വാർത്താ വായനയിലൂടെ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച് വാർത്തകൾ ഉണ്ടാക്കുന്നതിലും സമർത്ഥനാണ് നികേഷ്. പലപ്പോഴും നികേഷിൻ്റെ വാർത്താ അവതരണത്തിനിടയിൽ ടെലിഫോണിലൂടെയും അല്ലാതെയും പ്രത്യക്ഷപ്പെടുന്ന പൊതുപ്രവർത്തകരെ വെട്ടിലാക്കുകയും അതിലൂടെ മറ്റൊരു വിവാദ വിഷയം സൃഷ്ടിച്ച് അടുത്ത 3 ദിവസത്തെ കൂടി വാർത്തകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സാമർഥ്യത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. വളരെ കൗശലക്കാരനായ സമർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനായതുകൊണ്ടായിരിക്കും. ഇതിലെ വാർത്താ മാധ്യമങ്ങൾ ഉദയം ചെയ്തിട്ട് 6-7 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഈ 6-7 വർഷങ്ങൾക്കുള്ളിൽ മാധ്യമരംഗത്തെ അപ്പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒട്ടേറെ സംഭവവികാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അത് തെളിവുകളായി ഒട്ടേറെ കാര്യങ്ങൾ നടത്താനുണ്ടെങ്കിൽ പോലും പ്രധാനമായും ഞാൻ ചൂണ്ടിക്കാണിക്കുക മാധ്യമരംഗത്ത് എഡിറ്റോറിയലിൻ്റെ ഒരു സ്വഭാവം തന്നെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ വാർത്തകൾ ഒളിച്ചുവെക്കുക, വാർത്തകൾ അവതരിപ്പിക്കാതിരിക്കുക, അത് പലവിധ സ്വാധീനങ്ങൾക്ക് വശംവദരാവുക തുടങ്ങിയ തെറ്റായ പ്രവണതകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ പുതിയ മാധ്യമം എന്നറിയപ്പെടുന്ന ഇൻ്റർനെറ്റും സജീവമായപ്പോൾ വാർത്തകൾ ഒളിച്ചു വയ്ക്കാനുള്ള ഒരു സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ വാർത്തകൾ കണ്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ കാണാൻ കഴിയാതെ പോയിരിക്കാം. പക്ഷേ വാർത്തകൾ ഒളിച്ചു വെക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ദൃശ്യമാധ്യമങ്ങളുടെ മത്സരവും പുതിയ മാധ്യമത്തിൻ്റെ ഉദയവും സഹായിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ നേട്ടമായി 6-7 വർഷങ്ങൾക്കുള്ളിൽ ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ എഡിറ്റോറിയലിൽ കാര്യമായ മാറ്റമുണ്ടായിരിക്കുന്നു. അതായത് എഡിറ്റോറിയൽ സ്വാതന്ത്ര്യത്തിൽ കാര്യമായ മാറ്റമുണ്ടായിരിക്കുന്നു. ചില വാർത്തകൾ ചില മാധ്യമങ്ങളിൽ കാണില്ല എന്ന സവിശേഷമായ സാഹചര്യം മാറിയിരിക്കുന്നു. എല്ലാ വാർത്തകളും ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും കാണാം. ഒളിച്ചു വെക്കുന്നവരാരാണോ അവരെ തിരിച്ചറിയാൻ പൊതുസമൂഹത്തിന് കഴിയും എന്ന പ്രത്യേകത കൂടി നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിലെ മാറ്റം. അതുതന്നെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇതിൻ്റെ ഭാഗമായി, ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തിപരമായി നമുക്ക് ഒട്ടേറെ പേരെ പല രീതിയിൽ പരിചയങ്ങളുണ്ടാകും. നമുക്ക് വായിച്ചറിയാം, അനുഭവങ്ങളിലൂടെ അറിയാം. അതുപോലെ തന്നെ നമുക്ക് സുഹൃത്തുക്കളായി തന്നെ ഒട്ടേറെ പേർ സ്വാധീനങ്ങളായി ഉണ്ടാകാം. ഗുരുനാഥന്മാർ നമുക്ക് സ്വാധീനങ്ങൾ ഉണ്ടാകാം. അതിൽ തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നുള്ള സ്വാധീനമല്ല സ്വാഭാവികമായും വ്യക്തിപരമായി ഞാൻ സ്വീകരിക്കാറുള്ളത്. നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്ന്, വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ നിന്ന്, സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെ തന്നെ നമുക്ക് ഇവരെ വേർതിരിച്ചെടുക്കാൻ കഴിയാറുണ്ട്. നമ്മുടെ വായന തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വാധീനത്തിനുള്ള മേഖല. നമുക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നവരെ തിരഞ്ഞെടുക്കാനും അവർ സ്വയം നമ്മളിലേക്ക് എത്തിച്ചേരാനും ഏറ്റവും നന്നായി കഴിയുക നമ്മുടെ വായനകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നവരോ അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ വായിക്കുന്നവരോ അല്ലെങ്കിൽ പത്രങ്ങളിലെ ബൈലൈനുകളോ ആയവർ മാത്രമല്ല വ്യക്തിപരമായി എൻ്റെ സ്വാധീനം. പക്ഷേ ഞാൻ വായിച്ചറിഞ്ഞവരും ഞാൻ വായനയിലൂടെ അറിഞ്ഞവരുമൊക്കെയാണ് എൻ്റെ സ്വാധീനമായി എനിക്ക് പറയാനുള്ളത്. അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ജീവിച്ച ഈ പറഞ്ഞ മേഖലകളിൽപ്പെട്ടവർ തന്നെയാണ്. നമ്മളെ നയിച്ചവർ, നമ്മളെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിച്ചവർ, നമ്മളോടൊപ്പം ജീവിക്കുന്നവർ, നമ്മോടൊപ്പം മുന്നോട്ട് പോകുന്നവർ, ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ സ്വാധീനം. അത് പേരെടുത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ പേര് ആദ്യം എടുത്ത് പറയും. കാരണം അവരാണ് നമുക്ക് ആദ്യം വിദ്യ തന്നത് എന്നുള്ളതാണ്. ഏഷ്യാനെറ്റിലെ ശ്രീ ശശികുമാർ, അതുപോലെ തന്നെ ശ്രീ TN ഗോപകുമാർ, ശ്രീ നീലൻ, ശ്രീ CL തോമസ് തുടങ്ങിയവരായിരുന്നു ആദ്യഘട്ടത്തിൽ ഞാൻ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ എനിക്ക് ആദ്യ പാഠങ്ങൾ നൽകിയത്. അവർ തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ സ്വാധീനം. പിന്നെ നമ്മൾ ജീവിതത്തിൽ പല ആളുകളെ കണ്ടു മറന്നു പോവുകയാണ്, ചിലരെ കണ്ടു പോവുകയാണ്.
ആ കണ്ടു പോവുകയും മറന്നു പോവുകയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ ഒരു പ്രക്രിയയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്, ഞാനിപ്പോൾ പ്രത്യേകിച്ച് എത്തി നിൽക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇദ്ദേഹം ചില സമയത്ത് നികേഷ് വളരെ പാർഷ്യലായിട്ട് പെരുമാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു വാർത്ത ഇങ്ങനെ പോകുമ്പോൾ തൻ്റെ ഒരു വ്യക്തിപരമായ പാർഷ്യാലിറ്റി, തൻ്റെ വ്യക്തിപരമായ താല്പര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പലപ്പോഴും ഞാനൊരിക്കൽ അതെനിക്ക് തോന്നാൻ കാരണം അബ്ദുള്ള കുട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നികേഷ് പൊതുവിലൊരു ഇടതുപക്ഷ ചായ്വുള്ള ആളാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഒരു തോന്നലാണ്, പലർക്കും അത് തോന്നുന്നത്. അബ്ദുള്ള കുട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരിക്കൽ അബ്ദുള്ള കുട്ടിയാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചപ്പോൾ നികേഷ് അബ്ദുള്ള കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ജയരാജനെതിരെ മത്സരിക്കാൻ എന്താണ് നിങ്ങളുടെ ധൈര്യം എന്ന് ചോദിച്ചു. അതൊരു വളരെ തെറ്റായ ചോദ്യമാണ്. ജയരാജനെതിരാണോ അതിനേക്കാളും വലിയ ആളിനെതിരാണോ എന്നുള്ളതല്ല, ഇത് ജനാധിപത്യമാണ്. ജനങ്ങളുടെ ഹിതമറിയാൻ നടത്തുന്ന പരിശോധനയിൽ തുടക്കത്തിൽ തന്നെ അബ്ദുള്ള കുട്ടിക്ക് എന്ത് കാര്യം എന്ന നിലയിലുള്ളൊരു ചോദ്യം അതെന്നെ ഞെട്ടിച്ചു. കാരണം ഒരിക്കലും ഒരു വാർത്ത വായിക്കുന്ന ആൾ ചോദിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അത് ചോദിക്കാൻ പാടില്ല. കാരണം വാർത്ത വായിക്കുന്ന ആൾ, വാർത്ത അവതരിപ്പിക്കുന്ന ആൾ ഇതിൻ്റെ ഒരു മോഡറേറ്ററാണ്, നടുവിൽ നിൽക്കുക. അക്കൂട്ടത്തിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ശ്രീ AK ആന്റണിക്കെതിരെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പരാമർശം, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ തന്നെ ഇരുട്ട് വീണത് ആ സംഭവമാണ്. അതായത് മറ്റ് സംഭവങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നികേഷാണ് ആ കെണി ഒരുക്കിയത്. പക്ഷേ ഒരുക്കുന്ന കെണിയിൽ വീഴാതിരിക്കാൻ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നില്ല. പക്ഷേ അത്ര ബുദ്ധിമാന്മാരായ പല പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കളെയും കെണിയിൽ വീഴ്ത്താനുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വളരെ തന്ത്രപരമായ ഒരു ബുദ്ധി, അതാണ് നികേഷിൻ്റെ ഒരു പ്രത്യേകത. ടെലിവിഷൻ ഓരോ ദിവസം കഴിയുന്തോറും മാറ്റം മറിച്ചിലുകളുടേതാണ്. നമുക്കറിയാം എങ്ങനെയാണ് ടെലിവിഷൻ തുടങ്ങിയത്, എവിടെ എത്തി നിൽക്കുന്നു. ഈ മാറ്റം വളരെ സാവധാനത്തിലോ അവധാനതയോടെയോ ആയിരുന്നുവെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് വിപ്ലവകരമായ മാറ്റമാണ്. സാങ്കേതികത അതിൻ്റെ എല്ലാ അതിൻ്റെ പരമമായ ഏറ്റവും വേഗത്തിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്നിപ്പോൾ ടെലിവിഷൻ എന്ന് പറയുന്നത് 4 ചുവരുകളുള്ള ഒരു സംവിധാനമാണ്. ഇനി അതിന് നമ്മുടെ ലാപ്ടോപ്പിലേക്കും പാംടോപ്പിലേക്കും ഒക്കെയുള്ള പ്രവേശം, ഒരു പരകായ പ്രവേശം സംഭവിക്കേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും നമ്മളൊരു പാംടോപ്പ് ഉപയോഗിക്കുക, എങ്ങനെയാണ് നമ്മളൊരു പാംടോപ്പിൽ കാര്യങ്ങൾ സജ്ജീകരിക്കാൻ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇതുതന്നെയായിരിക്കണം നമ്മുടെ എല്ലാ വിവര കൈമാറ്റവും നിർവഹിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം. സ്വാഭാവികമായും ഇൻ്റർനെറ്റ് അതിലേക്ക് വരും, നമ്മുടെ മെയിൽ അതിലേക്ക് വരും, നമുക്ക് ലഭിക്കേണ്ട മറ്റ് സന്ദേശങ്ങൾ അതിലേക്ക് വരും, നമ്മുടെ ഒരു വീട്ടിൻ്റെ താക്കോലിൻ്റെ കോഡ് പോലും അതിനകത്തായിരിക്കും. സ്വാഭാവികമായും ടെലിവിഷനും അതിലേക്ക് വന്നേ പറ്റൂ. മാത്രമല്ല ഈ പാംടോപ്പിനൊപ്പം തന്നെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ എന്താണോ, മൊബൈലായിരിക്കുന്ന എന്താണോ അതിനകത്ത് തന്നെ നമുക്ക് ക്യാമറയും സംജാതമാകും. അപ്പോൾ മലയാളി ഒരു ജേർണലിസ്റ്റാണ്. മലയാളിയുടെ മനസ്സിൽ മറ്റേതൊരു സമൂഹത്തിൽ നിന്നുള്ള ആളുകളെ പറിച്ചെടുത്ത് നോക്കിയാലും വ്യത്യസ്തമായ രീതിയിലൊരു ജേർണലിസ്റ്റ് സ്വഭാവമുള്ള ആളാണ് മലയാളി ആസ് എ ജേർണലിസ്റ്റ്. അതുപോലെ തന്നെ ഒരു പാംടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു മൊബൈലിലോ ഒരു ക്യാമറയും അത് എവിടെയാണോ എത്തിക്കേണ്ടത് എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യയും, അതായത് 3G അടക്കമുള്ള സാങ്കേതിക വിദ്യയും നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ അനന്തമായ സാധ്യതകളാണ് വാർത്താ ചാനലുകൾക്ക് പുതുതായിട്ടുള്ളത്. അടുത്ത പതിറ്റാണ്ട്, അതായത് ഇന്നിപ്പോൾ 2010 ഒരു ഈ നൂറ്റാണ്ടിലെ ആദ്യ പതിറ്റാണ്ട് കഴിഞ്ഞ് അടുത്ത പതിറ്റാണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത പതിറ്റാണ്ട് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ എല്ലാ മലയാളിയെയും ജേർണലിസ്റ്റാക്കി മാറ്റുക എന്നുള്ളൊരു പ്രക്രിയയാണ് നമുക്കിനി നിർവഹിക്കാനുള്ളത്. അതായത് ഞാൻ അടങ്ങുന്ന മാധ്യമ സംഘത്തിന്, മാധ്യമ വിഭാഗത്തിന് നിർവഹിക്കാനുള്ളത്. ഒരുപക്ഷെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്തതുപോലെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തതുപോലെ മലയാളിയെ ജേർണലിസ്റ്റാക്കി മാറ്റുക, മുഴുവൻ മലയാളിയെയും ജേർണലിസ്റ്റാക്കി മാറ്റുക എന്ന ധർമ്മം നിർവഹിക്കാനാണ് അടുത്ത പതിറ്റാണ്ട് ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായി എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തം, കർത്തവ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.